സാർ ഇപ്പം നമ്മളെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരക്ക് പിടിച്ചൊരു കാലഘട്ടമാണ്. അപ്പൊ നമ്മളെ ലൈഫ് ഈസി ആക്കാൻ എന്തൊക്കെയാണ് എന്നുള്ളത് ദിവസവും നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെ പുതിയ ടെക്നോളജിയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ സ്വന്തം ചെയ്യുന്ന ജോലി കുറയ്ക്കാം എന്നുള്ളത് നോക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തൊക്കെയാണ് പുതിയ ടെക്നോളജി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്? ഇപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വന്ന ഒരു പ്രോഡക്റ്റാണ് റോബോ വാക്വം ക്ലീനർ. മുമ്പത്തെ ഒരു വാക്വം ക്ലീനറും ഇപ്പോഴത്തെ റോബോ വാക്വം ക്ലീനറും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. ആദ്യത്തെ നമ്മൾ ഇത്രയും കാലം കണ്ടു വന്നിരുന്ന റോബോ വാക്വം ക്ലീനർ അത് ശരിക്കും ഒട്ടും യൂസർ ഫ്രണ്ട്ലി ആയിരുന്നില്ല. അതേസമയം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റോബോ വാക്വം ക്ലീനർ നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. ഈ വാക്വം ക്ലീനർ മെഷീൻ സ്വയം നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്ലീനിങ് ഓട്ടോമാറ്റിക്കായിട്ട് നടത്തി അത് തന്നെ ചാർജ് ചെയ്യേണ്ട സ്ഥലത്ത് പോയി ചാർജ് ചെയ്ത് അതേപോലെ ഇതിലുള്ള ഡസ്റ്റും വേസ്റ്റും അത് ബിന്നിലേക്ക് അത് മെഷീൻ തന്നെ ഒഴിവാക്കിയെടുക്കുന്ന ഒരു സിസ്റ്റത്തിലുള്ള മെഷീനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. രണ്ടാമതായി നമ്മൾ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ എവിടെ എടുത്താലും നമ്മുടെ ഈ മിക്സർ ഗ്രൈൻഡറിന് പകരം ഫുഡ് പ്രോസസ്സറുകളാണ് കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. ഒരു ഫുഡ് പ്രോസസ്സറിൽ 36 തരം നമ്മുടെ ഉപയോഗങ്ങളുണ്ട്. ഇത് കിച്ചണിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പല ജോലികളും അത് നമുക്ക് ഫുഡ് പ്രോസസ്സറിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് മൈക്രോവേവ് ഓവൻ, അത് ഈ കാലഘട്ടത്തിൽ എല്ലാവരും അതാത് സമയം നമുക്ക് ഡിഷസ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമുക്കത് റീഹീറ്റിങ്ങിനാണ് പലരും ഉപയോഗിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ, എസ്പെഷ്യലി ഹെൽത്തി ഫുഡ് ഉണ്ടാക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. എന്നിരുന്നാലും ഈ മൈക്രോവേവ് ഉള്ളത് കൊണ്ട് നമുക്ക് റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഡിഷസ് എടുത്ത് അപ്പം തന്നെ ചൂടാക്കി അപ്പം തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു വലിയ ഉപകാരമുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ കുക്കറുകളിൽ തന്നെ നമുക്ക് ഇലക്ട്രിക് കുക്കർ, ശരിക്കും അത് കേരളത്തിൽ അത്ര വലിയൊരു പ്രചാരം ലഭിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ചില ഐറ്റം പ്രോഡക്റ്റുകൾ അത് നമുക്ക് എസ്പെഷ്യലി ഗീ റൈസ്, അതേപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കറി, ഇത് രണ്ടും പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ ഇത് ക്ലിയറായിട്ട് നമ്മൾ പാകം ചെയ്ത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ സ്വിച്ച് ഓഫ് ആയി അത് ഹോട്ടിൽ നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് അതിനുള്ളത്. അതിൻ്റെ ഉപയോഗം ഇപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് പലരും അത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല.